RSSകാരനെ സംബന്ധിച്ചിടത്തോളം ഏത് മുസ്ലിമും അവന്റെ ശത്രുവാ. പ്രത്യേകിച്ച് സാധാരണ ഒരു മുസ്ലിമിനെ ആക്രമിച്ചാൽ അവന് 2 അജണ്ട പൂർത്തിയാവുന്നത്. എന്താ? ഒന്ന്, അവന്റെ ശത്രുവിന്റെ കഥ കഴിച്ചു. മറ്റൊന്ന്, അതിന്റെ പേരിൽ സമുദായം ഒരിക്കലും തന്നെ RSSനെതിരെ തിരിയില്ല. അവരെ RSSന്റെ അപകടം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന NDFനെതിരെ തിരിയും. അങ്ങനെ 2 ഗുണങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. സമാധാനത്തിന്റെ ആളുകളായി തെറ്റിദ്ധരിക്കുന്ന സാധുക്കളുടെ നേരെ തിരിയുന്നു. ആ സന്ദർഭത്തിൽ RSSനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടവർ അറിഞ്ഞോ അറിയാതെയോ RSSന് ശക്തി പകരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഇറങ്ങി. CPMന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് ഇറങ്ങി. കോൺഗ്രസിന് കേരളത്തിലെ 14 DCCകളുണ്ട്. 13 DCCക്കും തീവ്രവാദത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, ഭീകരവാദത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഇന്നേ വരെ RSS രാജ്യത്തിന് അപകടമാണെന്ന് ഒരു കോൺഗ്രസ് നേതാവും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ 14 ജില്ലകളിൽ ഒരൊറ്റ ജില്ലയായ മലപ്പുറം ജില്ലയിൽ സമുദായത്തിന്റെ പേരിൽ മാത്രം തലപ്പത്തെത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് ആദർശത്തിന്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് സമുദായത്തിന് നേരെ വിഷം ചീറ്റുകയാണ്. കേരളത്തിലെ ശാന്തമായ മലപ്പുറം ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ച രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. നിങ്ങൾ മനസ്സിലാക്കണം, ശാന്തമായ മലപ്പുറം ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ച് കോടതിയിലെ ചെറിയ പഴുതിലൂടെ മാത്രം രക്ഷപ്പെട്ടുന്ന MLAയും പിന്നീട് മന്ത്രിയുമായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്ത് ആദർശമാണുള്ളത്? സിഖുകാരെ കൂട്ടക്കൊല ചെയ്തപ്പോ കോൺഗ്രസിനെ ന്യായീകരിച്ച വിദ്വാൻ, ബാബരി മസ്ജിദ് തകർന്നപ്പോ അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനെ ന്യായീകരിച്ച മന്ത്രി, ഇപ്പൊ മുസ്ലിം സമുദായത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ വക്താക്കളായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, NDFനെ വിമർശിക്കുന്ന അതേ ധീരതയോടുകൂടി RSSനെ എതിർക്കാൻ സാധ്യമാണോ? അതോ RSS കുഴപ്പക്കാരല്ല എന്ന വിശ്വാസമുണ്ടോ? തുറന്നു പറയേണ്ടതുണ്ട് ഈ സമാധാന പ്രേമികൾ. ഇങ്ങനെ രാഷ്ട്രീയക്കാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മതസംഘടനകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട നിർണയിക്കുന്നത് മറ്റുള്ളവർ എന്തു പറയുന്നുവോ അത് പറയുക എന്നതാണ് അവരുടെ അജണ്ട. ഓരോരുത്തരും ഓരോ രീതിയിൽ രംഗത്ത് വരുന്നു. ചിലർ പറഞ്ഞു നിരോധിക്കണം, ചിലർ പറഞ്ഞു മഹലിൽ നിന്ന് മാറ്റി നിർത്തണം, ചിലർ പറഞ്ഞു ഇവർക്കെതിരെ ജനകീയ കൂട്ടായ്മയുണ്ടാക്കണം, സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അവര് പറഞ്ഞു ഒറ്റപ്പെടുത്തുന്ന പറഞ്ഞത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഷയിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? തിരൂരിലുണ്ടായ സംഭവത്തിൽ RSSന്റെ നിലപാടുകളെ ശക്തമായി എതിർക്കാൻ സാധിക്കാതെ NDF ആണ് എല്ലാറ്റിനും അപകടം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇസ്ലാമികമായ സംസ്കാരങ്ങളും കഥകളും ചരിത്രങ്ങളും വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ തന്നെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കൂടുതൽ ശണ്ഡീകരിക്കുന്ന പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഖുതുബകളും ലേഖനങ്ങളുമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും NDFനെതിരെ തിരിയാൻ പോവാണെന്നാണ് പറയുന്നത്. എന്താണ് NDF ചെയ്ത തെറ്റ്? NDF എന്താണ് ചെയ്ത തെറ്റ് എന്ന് പറയേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 10-60 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുസ്ലിം സഹോദരന്മാരെ സ്വന്തം കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ഭാര്യമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നു, മാതാപിതാക്കളുടെ കയ്യും കാലും വെട്ടിക്കൊല്ലുന്നു, രക്തങ്ങൾ ചാലിട്ടൊഴുകുന്നു. ഈ ദയനീയമായ കാഴ്ച ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായപ്പോ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് RSSും അതിന്റെ അനുബന്ധ സംഘടനകളുമാണ്. അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്, അവർ രാജ്യത്തിന് അപകടമാണ്, ഭീഷണിയാണ് എന്ന് NDF തുറന്നു പറഞ്ഞു. അതിനാണോ NDFനെ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞത്? അതല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്നവര്, നമ്മുടെ സഹോദരിമാരുടെ മാനം കവർച്ച ചെയ്യാൻ വരുന്നവര്, നമ്മുടെ വീടുകൾ കൊള്ളയടിക്കാൻ വരുന്നവരുടെ കൈക്കു പിടിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞതാണോ NDFനെ നിങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു?